വയനാട് 8 മാസത്തെ കാത്തിരിപ്പിന് ശേഷം ഇപ്പോൾ അവിടുത്തെ ടൗൺഷിപ്പിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കേരള സർക്കാർ നാളെ തറക്കല്ലിടാനായിട്ട് പോവുകയാണ്. ഏകദേശം 1000 കോടിയുടെ അടുത്താണ് ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത്. 300 കുടുംബങ്ങൾക്ക് താമസിക്കാൻ തക്കവണ്ണം ഒരാൾക്ക് 7 സെൻറ്റ് വീതം ഉള്ള ഒരു വീടാണ് കിട്ടാൻ പോകുന്നത്. ആ ടൗൺഷിപ്പിൽ വീട് വേണ്ടാത്തവർക്ക് 15 ലക്ഷം രൂപ അവരുടെ കയ്യിൽ കൊടുക്കുന്നതായിരിക്കും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് അകത്തുനിന്ന് 725 കോടി രൂപയും ബാക്കി ഒരു സർക്കാരിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഒരു 120 കോടി രൂപയും ഉപയോഗിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് 529 കോടി രൂപ കടം കൊടുത്തു എന്നാണ് പറയുന്നത്. ഇതുമൂലം ഒരുപാട് വീടുകൾ പണിയാനായിട്ട് പറ്റും. വയനാട്ടിലെ ജനങ്ങൾക്ക് ഇത് വലിയൊരു മുതൽക്കൂട്ടാണ്. കഴിഞ്ഞ 8 മാസമായിട്ട് അവരധികം പേര് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പുതിയ ടൗൺഷിപ്പിൽ ഒരുപാട് പ്രത്യേകതകളുണ്ടാവും എന്നാണ് പറയുന്നത്. സ്കൂള്, കോളേജ്, ഹോസ്പിറ്റൽ, ക്ലിനിക്ക്, പ്ലേ ഗ്രൗണ്ട്, പൂന്തോട്ടങ്ങൾ, പാർക്കുകൾ ഒക്കെയുള്ള ഒരു അടിപൊളി ടൗൺഷിപ്പാണ് കേരള സർക്കാർ പണിയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് എത്രയും വേഗം പണിഞ്ഞു കൊടുത്താൽ വയനാട്ടിലെ ജനങ്ങൾക്ക് അത് വലിയൊരു ആശ്വാസമായിരിക്കും.